So good morning dear students. So hope you're all fine. Today's our topic is power. So you already studied that what is power in the 9th standard. So same thing, what is power? Power is rate of doing work. So what is the equation of power? Power is equal to work by time. Okay. For object in the work and time കൊണ്ട് മെഷർ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് പവർ. ഇപ്പൊ നമ്മൾ വീട്ടിൽ രണ്ട് മെഷീൻ ഉണ്ട്. ഒരു മെഷീൻ എന്താണ് 5 മിനിറ്റ് കൊണ്ടാണ് മോട്ടോർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 5 മിനിറ്റ് കൊണ്ട് മോട്ടോർ ഫില്ല് ചെയ്യും. ഒരെണ്ണം 10 മിനിറ്റ് കൊണ്ടാണ് മോട്ടോർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആർക്കാ പവർ കൂടുതൽ? 5 മിനിറ്റ് കൊണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്താ രണ്ടുപേരും ചെയ്യുന്ന വർക്കിനെ നമ്മൾ എന്താ ടൈം കൊണ്ട് മെഷർ ചെയ്യുക. അതിന് പറഞ്ഞ പേരാണ് പവർ. ഓക്കെ, സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ് പവർ. Then what is the unit of power? You know what is the unit of power? Joule. Work in the unit joule. Time in the unit second. Joule per second or watt. Okay. Joule per second or watt. Then we know what is the practical unit of power. What is the practical unit of power? Practical unit of power ആണ്. Practical unit of power എന്താണ്? Practical unit of power is known as horsepower. Horsepower. Okay. And 1 horsepower, what is the value of 1 horsepower? That is 746 watt. Okay. 1 horsepower is equal to 746 watt. Okay. Then നമ്മൾ വീണ്ടും കൊമേഴ്സ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ മെഷീൻ അളവ് പറയുന്ന യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഫെമിലിയർ വിത്ത് ദിസ് കിലോ വാട്ട് അവർ. ഓക്കെ, കിലോ വാട്ട് അവർ ഈസ് അവർ കൊമേഴ്സ്യൽ ഇലക്ട്രിക്കൽ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് പവർ. ഓക്കെ, കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് പവർ ആണ്. ദെൻ there is a relation between the power and velocity. Okay, that is നമുക്ക് നോക്കാം what is the relation between power, velocity and force. Okay, so we know the equation. What is that? Power is equal to work by time. So we know what is work. Work is equal to force into displacement. Okay, force into displacement. So what is force by means displacement by time? What is displacement by time? Displacement by time is known as what is displacement by time? Velocity. Okay, velocity. So we can write the relation between power, force and velocity, that is P is equal to F into V. So this is a relation connecting power and velocity. Okay, so you understand what is the relation? We know power is equal to work by time. What is work? Force into displacement. What is displacement by time? Velocity. So what is power? Force into velocity. So power can be expressed in terms of force and velocity, that is P is equal to F into V. Okay, so last topic of this chapter is collision. Okay, so in collision first we need to discuss what is collision. You know what is collision? Two bodies physically collide. അല്ല, രണ്ട് ബോഡി തമ്മിൽ എന്താ കൂട്ടിമുട്ടുക എന്നുള്ളതാണ് കൊളീഷൻ. അല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് രണ്ട് ബോഡി തമ്മിൽ കൊളീഷൻ കൂട്ടിമുട്ടാൻ വേണ്ടി എന്താണ് അവർ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരണമെന്ന് നിർബന്ധമില്ല. സോ കൊളീഷൻ മീൻസ് ടു ബോഡീസ് ആർ ഫിസിക്കലി കൊളൈഡിങ് ഈച്ച് അതർ ആണ്. അപ്പൊ അങ്ങനെ കൊളീഷൻ ഉണ്ടാകുന്ന രണ്ട് ബോഡി തമ്മിൽ ഫിസിക്കലി കൊളൈഡ് നിർബന്ധമില്ല. യു നോ ഇൻ ദ കേസ് ഓഫ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, തിങ്ക് യു സ്റ്റഡി ഇൻ 10th സ്റ്റാൻഡേർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്താണ് ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുവാണ്? അത് അൺഡിഫ്ലക്ട്, അത് മീൻസ് ഡിഫ്ലക്ട് ചെയ്ത് പോവുക. ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ അർത്ഥം എന്താണ്? ഒരു ഫോഴ്സ് എന്താണ് ആ വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ പാത്ത് എന്ത് ചെയ്യുവാണ്? പാത്ത് വേരി ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ കൊളീഷൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ എന്താ ന്യൂക്ലിയസിനടുത്തേക്ക് വരുമ്പോ എന്താ ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഡ്യൂ ടു റിപ്പൾസീവ് ഫോഴ്സ് എന്താണ് ഇവിടെ വരുമ്പോ എന്താ അതിങ്ങനെ എന്റെ പാത്ത് മാറുന്നു. സോ കൊളീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഒരു ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് മൂലം എന്താ അതിന്റെ പാത്തിന് വേരിയേഷൻ ഉണ്ടായാൽ എന്ത് തന്നെ പറയാം നമുക്ക് കൊളീഷൻ എന്ന് പറയാം. അപ്പൊ കൊളീഷൻ നടക്കണമെങ്കിൽ എന്താ രണ്ട് ബോഡി തമ്മിൽ എന്താ ഫിസിക്കലി കൊളൈഡ് ചെയ്യാൻ നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ എന്താ അതിന്റെ പാത്തിന് എന്താണ് മറ്റൊരു ഫോഴ്സ് കൊണ്ടെന്ന് അതിന്റെ പാത്തിന് വേരിയേഷൻ വന്നാൽ നമുക്ക് എന്ത് പറയാം? ഒബ്ജക്റ്റിന്റെ പാത്തിന് വേറൊരു ഫോഴ്സ് കൂടെ എന്താ അതിന്റെ പാത്തിന് വേരിയേഷൻ ഉണ്ടെന്നൊക്കെ എന്ത് പറയാം? ദാറ്റ് ഈസ് ഓൾസോ കൊളീഷൻ. So collision is mainly classified into two, that is elastic collision and inelastic collision. So what is the difference between elastic collision and inelastic collision? The main difference is in both the case there is a similarity. In elastic collision the kinetic energy is conserved. Okay, in elastic collision the momentum is conserved. Okay, momentum is conserved. അതായത് മൊമെന്റം എന്താണ്? ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്താണ്? ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷൻ എന്ത് ചെയ്യത്തില്ല? ഇലാസ്റ്റിക് കൊളീഷൻ എന്ത് ചെയ്യത്തില്ല? ഇസ് നോട്ട് ചേഞ്ചിങ്. Okay,
ഇൻ ദ കേസ് ഓഫ് പറഞ്ഞ പോലെ തന്നെ സബാറ്റോമിക് പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മൾ എന്താ അത് കൊളൈഡ് ചെയ്യുമ്പോൾ മൊമെന്റം എന്താണ് ഇതിലേക്ക് ഒന്ന് ഇടിക്കുമ്പോൾ എന്താ വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് ദിസ് ഒബ്ജക്ട് ആ മൊമെന്റം തന്നെ ഇരിക്കും എന്താ ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്താ മാറത്തില്ല. ആൻഡ് കൈനറ്റിക് എനർജി എത്ര എനർജിയാണ് ഇടിക്കുന്നത് അതേ എനർജി ആയിരിക്കും ഇത് പോകുന്നത്. കൈനറ്റിക് എനർജി എന്താണ് ഈസ് നോട്ട് ചേഞ്ചിങ്. സോ നമുക്ക് എന്താ പറയാം കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസർവ്. ഓക്കെ കൈനറ്റിക് എനർജി എന്താ മാറ്റം വരത്തില്ല. ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ആ ഒബ്ജക്റ്റ് എന്താണ് ഈ പറഞ്ഞ മൊമെന്റവും കൈനറ്റിക് എനർജി എന്താണ് ഒരിക്കലും മാറ്റം വരത്തില്ല, കൺസർവ്ഡ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പറഞ്ഞ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിൾ ആണ് കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ കൊളീഷൻ ആണ്. അവിടെ നമുക്ക് മൊമെന്റം അതായത് ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ മൊമെന്റം ഒരിക്കലും മാറത്തില്ല. എനർജി എന്താ വരുന്ന എനർജി എന്താണ് എനർജി എന്താ വേറൊരു ഫോമിലേക്കും കൺവേർട്ട് ചെയ്ത് പോകത്തില്ല. ഓക്കെ നെക്സ്റ്റ് കേസ് മനസ്സിലാവും എങ്ങനെയാണ് കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലാത്തതെന്ന്. ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം എന്താണ് മൊമെന്റം ഈസ് കൺസർവ്ഡ്. ഓക്കെ ഇവിടെ എന്ത് തന്നെയാ മൊമെന്റം എന്താണ് കൺസർവ്ഡ് ആണ്. മൊമെന്റം ഈസ് കൺസർവ്ഡ് ബട്ട് ഇവിടെ എന്താ മൊമെന്റം എന്താ കൺസർവ്ഡ് ആണ്. ഇവിടെ എന്ത് തന്നെയാ മൊമെന്റം കൺസർവ്ഡ് ആണ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. കൈനറ്റിക് എനർജി എന്താ നോട്ട് കൺസർവ്ഡ്. എക്സാമ്പിൾ പറയാൻ നമുക്ക് എന്താണ് രണ്ട് ഒബ്ജക്ട് തമ്മിലുള്ള രണ്ട് വണ്ടി തമ്മിൽ എന്താ കൂട്ടിയിടിക്കുവാണ്. സോ അവിടെ നമുക്ക് എന്താ മൊമെന്റം മാറത്തില്ല. പാർട്ടിക്കിളിന് ഇടിക്കുന്ന മൊമെന്റോ ആ പാർട്ടിക്കിളിന് ഇടിച്ചു കഴിഞ്ഞ് പോകുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റം എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും സെയിം ആയിരിക്കും. മൊമെന്റം ഒരിക്കലും മാറത്തില്ല. ബട്ട് എന്താണ് എനർജി ചേഞ്ച് ചെയ്യും. എങ്ങനെ വരുന്ന എനർജി കൈനറ്റിക് എനർജി ഇടിച്ചു കഴിയുമ്പോൾ എന്താണ് there will be a sound അല്ലെ ഇടിച്ചു കഴിയുമ്പോൾ എന്താ സൗണ്ട് ഉണ്ടാകാൻ വേണ്ടിക്ക് ഹീറ്റ് ഉണ്ടാകാം. അപ്പൊ വരുന്ന എനർജി എന്തായിട്ട് മാറുവാണ് എനർജി എന്താണ് ചേഞ്ച് ആയി പോകും. എങ്ങനെ ചേഞ്ച് ആയി പോകും ആ വരുന്ന എനർജി എങ്ങനെ ഏതൊക്കെ രീതിയിൽ കൺവേർട്ട് ആയി പോകും ഹീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്ത് പോകും. അപ്പൊ കൈനറ്റിക് എനർജി എന്താ ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് അത് ചേഞ്ച് ആയി വരുന്നുണ്ട് ചേഞ്ച് ആയി പോകുന്നുണ്ട്. ബട്ട് എന്താണ് ഇലാസ്റ്റിക്കിൽ എന്താണ് കൈനറ്റിക് എനർജി എന്താ ഒരിക്കലും മാറ്റം വരത്തില്ല. രണ്ട് സബാറ്റോമിക് പാർട്ടിക്കിൾ തമ്മിൽ ഇടിച്ച് എന്താണ് അവിടെ ഹീറ്റോ ലൈറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആ രീതിയിൽ എന്താ അങ്ങനെയുള്ള വേറെ പല രീതിയിലേക്ക് എന്താ എനർജി കൺവേർട്ട് ആയി പോകത്തില്ല. പക്ഷെ ഇവിടെ എന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്താണ് ആഫ്റ്റർ കൊളീഷൻ എന്താണ് ലൈറ്റ് ഹീറ്റ് അങ്ങനെ പല പല സൗണ്ട് അങ്ങനെയുള്ള പല പല ഫോമിലേക്കും എന്താണ് എനർജി എന്താ ചേഞ്ച് ആയി പോകും. പറഞ്ഞ മനസ്സിലായോ? എനർജി എനർജി എന്താ മാറ്റം വരുന്നുണ്ട്. ആഫ്റ്റർ കൊളീഷൻ എന്താണ് എനർജി മാറ്റം വരുന്നുണ്ട്. കൈനറ്റിക് എനർജി എന്താണ് കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് വരുന്നുണ്ട്. സോ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് മൊമെന്റം ഈസ് കൺസർവ്ഡ് ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. ആൻഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് മൊമെന്റം കൺസർവ്ഡ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. കൈനറ്റിക് എനർജി എന്താണ് ഈസ് ചേഞ്ചിങ് അല്ലെ വരുന്ന ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ആ എനർജി പല പല ഫോമിലേക്ക് എന്താ കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം രണ്ട് വണ്ടി തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി വണ്ടി ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഇടിച്ചു കഴിയുമ്പോൾ എന്താണ് എനർജി എന്താണ് പല പല ഫോമിലേക്ക് എന്താ കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എനർജി എന്താ അവിടെ എന്താ മാറുന്നുണ്ട്. ഇവിടെ എന്താ എനർജി മാറുന്നില്ല. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം എന്താ മാറുന്നില്ല. പക്ഷെ ഇവിടെ എന്താ മൊമെന്റം മാറത്തില്ല പക്ഷെ കൈനറ്റിക് എനർജി എന്താണ് ചേഞ്ച് സംഭവിക്കുന്നു മാറ്റം വരുന്നു. Okay, so this is collision and elastic and inelastic collision. So next topic is elastic collision in one dimension. അപ്പോൾ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ M1, സെക്കൻഡ് വൺ M2. അതിന്റെ മാസ് ആണ് M1 M2. A B ആണ് ഒബ്ജക്റ്റ്. അതിന്റെ മാസ് M1 M2. അതിന്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ എന്താണ് U1 U2. ഇതിവിടെ കൊളൈഡ് ചെയ്യുവാണ്. ആഫ്റ്റർ കൊളീഷൻ എന്താണ് വെലോസിറ്റി ചേഞ്ച് ഇൻറ്റു V1 V2. ഓക്കെ എയുടെ വെലോസിറ്റി U1 ആയിരുന്നു ആഫ്റ്റർ കൊളീഷൻ ചേഞ്ച് ഇൻറ്റു V1. ബിയുടെ വെലോസിറ്റി എന്താണ് U2 ആയിരുന്നു ആഫ്റ്റർ കൊളീഷൻ ചേഞ്ച് ഇൻറ്റു V2. ഓക്കെ അപ്പൊ ഇത് കൊളീഷൻ ഞാൻ കണ്ടീഷൻ ഉണ്ട് എന്താണ് വെലോസിറ്റി ഓഫ് M1 എന്താണ് ഈസ് ഗ്രേറ്റർ ദാൻ M2 എന്ന കണ്ടീഷൻ വന്നാൽ മാത്രമേ എന്താണ് ഇതെന്നാണ് കൊളീഷൻ സംഭവിച്ച് മൂവ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട് വെലോസിറ്റി ഓഫ് V2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V1 എന്നാൽ മാത്രമേ എന്താണ് അത് കൊളീഷന് ശേഷം എന്താണ് അത് തെറിച്ചു പോകത്തുള്ളൂ. ഓക്കെ സോ നമ്മൾ കൊളൈഡ് ചെയ്യുമ്പോൾ ലീനിയർ മൊമെന്റം കൺസർവ് ആണ്. മൊമെന്റം കൺസർവ് ആണെന്ന് പറഞ്ഞല്ലോ. മൊമെന്റം കൺസർവ് തന്നെ M1 U1 പ്ലസ് M2 U2 മൊമെന്റം ബിഫോർ കൊളീഷൻ. വാട്ട് മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. സോ വാട്ട് ഈസ് ഇവിടുത്തെ മൊമെന്റം എന്താ മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് B is equal to mass into final velocity of A plus mass into final velocity of B. Okay, momentum before collision is equal momentum after collision. അറിയാലോ. Then നോക്കിയാൽ നമ്മൾ ഇവിടെ ഈ M1 ഒക്കെ ഒരുമിച്ച് എടുക്കുക. അതായത് ഈ D കണ്ടോ അതായത് നമ്മൾ നോക്കിയതാ
ഇവിടെ m1 u1 ഉണ്ട്. ഈ m1 v1 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുന്ന മൈനസ് m1 v1. ഓൾറെഡി m2 v2 ഇവിടെ ഉണ്ട്. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താ മൈനസ് m2 u2. മനസ്സിലായോ? ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകും. മനസ്സിലായോ? അപ്പൊ എന്ത് വരും നോക്കി, അടുത്ത സ്റ്റെപ്പ് നോക്കി, നമ്മൾ m1 കോമൺ എടുക്കുന്നു. സോ v1 മൈനസ് v2, ഇവിടെ m2 കോമൺ എടുക്കുന്നു, v2 മൈനസ് u2. ഓക്കെ, നൗ അത്രയും നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്ത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നോക്കി, ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണ്. സോ ഇവിടെ എന്താണെന്ന് നോക്കി, കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. വാട്ട് ഇസ് മീൻ ബൈ കൈനറ്റിക് എനർജി ഇസ് കൺസർവ്ഡ്? അതായത് ഈ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്താ, ഹാഫ് m1 u1 സ്ക്വയർ. ഹാഫ് m സ്ക്വയർ എന്നല്ല കൈനറ്റിക് എനർജി. ഇതിനാണെങ്കിലോ ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഹാഫ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലായിടത്തും കോമൺ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹാഫ് എടുക്കുക, ഇവിടെ നമ്മൾ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാം, ഹാഫ് കട്ട് ചെയ്യാം. ദെൻ നേരത്തെ ഇതുപോലെ തന്നെ m1 ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരുവാണ്. ഇവിടെ m1 u1 സ്ക്വയർ, ഇവിടുത്തെ എന്താ m1 v1 സ്ക്വയർ ഇങ്ങോട്ട് എടുത്തു. കണ്ടോ, ഇവിടെ m2 v2 സ്ക്വയർ ഓൾറെഡി നിർത്തിയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഇവിടുത്തെ m2 u2 സ്ക്വയറിന് ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, നേരത്തെ ഇതുപോലെ തന്നെ m1 ഉം m2 ഒക്കെ ഒരു സ്ഥലത്താക്കി. ഇത് നോക്കി, m1 ഇവിടുന്ന് കോമൺ എടുത്തു, ഇവിടുന്ന് m2 കോമൺ എടുത്തു. v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ, v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? m1 ഇവിടെ കോമൺ എടുക്കുന്നു, m2 കോമൺ എടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ നോക്കാം. നമുക്ക് എന്താ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ? അതായത് m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് m1 കോമൺ എടുക്കാം. സോ നമുക്ക് എന്ത് വരും, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ അല്ലെ. ആ സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്യുവാണ്. ദെൻ m2 ഇൻറ്റു u2 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, അപ്പൊ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോം ആവാൻ എന്നൊക്കെ എഴുതാം. a പ്ലസ് b ഇൻറ്റു a മൈനസ് b, അതായത് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്നല്ലേ. ഇവിടെ പറഞ്ഞ സ്റ്റെപ്പ് നോക്കി, എന്ത് വരും, m1 ഇൻറ്റു എന്താ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു എന്താ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ, m1 ഇൻറ്റു u1 പ്ലസ് v1, u1 മൈനസ് v1, a പ്ലസ് b ഇൻറ്റു a മൈനസ് b. അവിടെ ഇവിടെ എഴുതാം m2 ഇൻറ്റു a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ഓക്കെ, അതിനാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം നമ്മൾ കേട്ടോ. ഇത് നോക്കിയാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം നോക്കിയതാ, ഇവിടെ നമുക്ക് എന്താ ഈ 2 നേരത്തെ ഇക്വേഷൻ നമ്പർ 2 ഓർമ്മയുണ്ടല്ലോ, നേരത്തെ ഇക്വേഷൻ നമ്പർ 2, അത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 3. നമ്മള് നോക്കിയാൽ നമ്മള് ഈ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോവാം. 2 ഉം 3 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാം. എങ്ങനെ ഡിവൈഡ് ചെയ്യും? അതായത് ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 2/3. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 3/2. 3/2 ഡിവൈഡ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കി എന്ത് വരും, എന്താ ഈ m1 കട്ടാവും. ഇതാ ഇവിടെ നോക്കി, ഇതാ u മൈനസ് ഇതും കട്ടായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, u1 പ്ലസ് v1 മാത്രം. ഇവിടെ അതുപോലെ തന്നെ എന്താ ഇതും കട്ടായി പോകും. പിന്നെ എന്തുണ്ട്, m2 ഇൻറ്റു എന്തുണ്ടോ m2 നോക്കിയാ m2 ഇൻറ്റു എന്ത് വരും, അതല്ലോ നോക്കി, ഇവിടെ m2 ഇവിടുത്തെ m2 ഇവിടുത്തെ m2 കട്ടായി. ഇവിടുത്തെ എന്താണ് ഈ ഇത് കട്ടായി. ഇപ്പൊ പിന്നെ വെച്ച് തന്നെ ഉണ്ട് u2 പ്ലസ് v2 പ്ലസ് u2. മനസ്സിലായോ? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, 3/2 ഡിവൈഡ് ചെയ്യുക. 2 ഓൾറെഡി ഉണ്ടായിരുന്നു, 3/2 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നിങ്ങൾ ചെയ്തെന്ന് നോക്കണം കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഈ u1 ഇപ്പുറത്തേക്ക് എടുക്കും, u2 ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പൊ എന്താ u1 മൈനസ് u2, ഇവിടെ എന്താ v2 ഓൾറെഡി ഉണ്ട്, ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ v2 മൈനസ് v1. അപ്പൊ നമുക്ക് മനസ്സിലായി, വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് കിട്ടി. അല്ലെങ്കിൽ എന്താ വെലോസിറ്റി ബിഫോർ അപ്രോച്ച്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, അതായത് വരുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷനും 1 ഡയമെൻഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ v1ന്റെയും v2ന്റെയും വാല്യൂ ആണ്. ഓക്കെ, അതായത് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്യുന്നു. എന്താ v2 ഇസ് ഈക്വൽ ടു ഈ ഇവിടുന്ന് ഇക്വേഷൻ v2 എന്ന് എഴുതുന്നു. വാട്ട് ഇസ് v2? u1 മൈനസ് u2, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഈ മൈനസ് v1 എന്താ നോക്കി, ഇവിടെ കിടക്കുന്ന ഈ മൈനസ് v1 ഇല്ല, ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും, പ്ലസ് v1. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതാ ഇക്വേഷൻ നമ്പർ 1 എന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ നമ്പർ 1 അല്ലെ. അതായത് v2 വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഈ വാല്യൂ കൊടുക്കാം. ഇത് കൊടുത്തു. അപ്പൊ എന്താ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തോ ഒരു m2 എന്ത് വരും, ഇവിടെ നോക്കിയേ, m2 u1 മൈനസ് m2 u2 പ്ലസ് m2 v1. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ v2 നമ്മൾ എന്താ ഈ വാല്യൂ കൊടുക്കുന്നു, ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ചെയ്തെന്ന് നോക്കണം കേട്ടോ, ചെയ്ത് തന്നെ പഠിക്കണേ. സ്റ്റെപ്പ് ഡൗട്ട് വരുമ്പോൾ ചോദിക്കണം. ഓക്കെ, നോക്കി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കി നമ്മൾ ചെയ്ത് നോക്കി, നമ്മൾ ഈ u1 ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. u1 ഉം v1 ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. നോക്കി, വാട്ട് ഈസ് u1?
കൊണ്ടുവരാൻ വേണ്ടി ഇത് u1 അല്ലേ, ഇത് u1 അല്ലേ, അത് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ എന്താ ഇത് ഇങ്ങോട്ട് എടുക്കും മൈനസ് ആവും കണ്ടോ, മൈനസ് m2 u1 കണ്ടോ. ഇനി നോക്കിയതാ ഈ ഓൾറെഡി m2 u2 ഉണ്ടല്ലോ ഇവിടെ, m2 u2 ഉണ്ടല്ലോ, ഈ മൈനസ് m2 u2 കണ്ടോ, ഈ മൈനസ് m2 u2 ഈ മൈനസ് m2 u2 പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് m2 u2. അപ്പൊ m2 u2 പ്ലസ് m2 u2 2m2 u2 കണ്ടോ. ഇനി ഓൾറെഡി അപ്പൊ നോക്കി നമ്മൾ എന്തൊക്കെ എടുത്ത് നോക്കിയതാ, ഇവനെ എടുത്ത് മാറ്റി, ഇവരെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി. ഇനി എന്നാ വേണ്ടതാ m1 v1 പ്ലസ് m2 v1. അപ്പൊ നമുക്ക് എന്താ അവിടുന്ന് m1 പ്ലസ് m2 v1 കോമൺ എടുക്കാം. മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന നോക്കി, നമ്മളിവിടെ ഈ u1 എന്ത് ചെയ്യാം, നമുക്ക് u1 ഇവിടെ കോമൺ എടുക്കാം. അപ്പൊ u1 എന്ത് വരും, വാട്ട് ഈസ് u1? u1 is equal to m1 മൈനസ് m2, ഇവിടെ നമുക്ക് പ്ലസ് എന്താ 2m2 u2 is equal to m1 പ്ലസ് m2 ഇൻറ്റു എന്ത് വന്നു, m1 പ്ലസ് m2 ഇൻറ്റു v1. ഓക്കെ, നമുക്ക് നോക്കിയാൽ ബാക്കി നമുക്ക് മുകളിലേക്ക് നോക്കാം, ബാക്കി സ്റ്റെപ്പ് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്ക് v1 ഉം v2 വേണ്ടേ. അപ്പൊ v1 കണ്ടുപിടിക്കാൻ പോവാണേ. ഓക്കെ, നമുക്ക് ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതാം. എന്താ m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 is equal to m1 പ്ലസ് m2 ഇൻറ്റു v1. ഓക്കെ, നമുക്ക് v1 കണ്ടുപിടിക്കാം. വിൽ കാൽക്കുലേറ്റ് v1. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. v1 ഇവിടെ നിർത്തിയിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും, m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. ഓക്കെ, ഈ u1 ഉണ്ട്, പ്ലസ് ഇവിടെ എന്ത് വരും 2m2 ബൈ, വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടിലും ഡിവിഷൻ വരും. മനസ്സിലായോ? 2m2 ബൈ എന്താണ് m1 പ്ലസ് m2 ഇൻറ്റു എന്താ u2 കണ്ടോ. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, v1 കിട്ടി. ഇനി എങ്ങനെ v2 കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. നോക്കിയേ, മനസ്സിലായി ചെയ്തിരിക്കണം. നമ്മൾ ഇതിനെ കൊണ്ട് എന്താ രണ്ട് സൈഡ് ഡിവൈഡ് ചെയ്യുക. ഇനി എങ്ങനെ v2 കിട്ടുന്ന വെച്ചാൽ എളുപ്പമാണ്. നമ്മളെന്താ ഇത് ന്യൂമറേറ്റർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക, ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കിയേ, m1 പകരം m2, m2 പകരം m1. ഓക്കെ, ബാക്കി ഡിനോമിനേറ്റർ ഒന്നും മാറ്റമില്ല. ഓക്കെ, ഡിനോമിനേറ്റർ ഒന്നും മാറ്റമില്ല. ഇതെന്താവും u2, ഇതൊക്കെ ന്യൂമറേറ്ററാ. പ്ലസ് ഇതെന്താ 2 m1 എന്നാവും, m2 വരെ m1 എന്നാവും. Okay, then what about u2? u2 എന്തായി മാറും u1. So this is the velocity after collision. Okay, this is മനസ്സിലായോ? So this is the equation for എന്താണ് elastic collision in one dimension and the velocity after collision. Okay.